ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു 10-12 തരം പ്രസർ ഫുഡ്സുകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നത് വളരെ കുറച്ച് ആൾക്കാരാണ്, അവരാരും ലൈക്കും കമൻറ്റൊന്നും ചെയ്യാറില്ല. നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു 12 ടൈപ്പ് പ്രസർ ഫുഡ്സാണ്. ഈ കാണുന്നത് കണ്ടോ, റിങ്കിൾഡ് ഗ്യാതറിംഗ് ഫ്രൂട്ട് എന്ന് പറയും. ചുരുക്കി അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രസർ ഫുഡാണിത്. ഇത് അറിയാത്തവർക്ക് നമ്മുടെ ഷോർട്സിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ കാണാം. ഇത് ക്വിക്ക് പ്രഷർ റിലീസർ. പ്രഷർ ഫുഡിൻ്റെ സ്ക്രൂ ലൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രഷർ ഫുഡ് മാറ്റുക. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല, കൈകൊണ്ട് പ്രസ് ചെയ്ത് തന്നെ മാറ്റാൻ പറ്റും. ഇതിൻ്റെയും ഷോർട്സ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇത് മാഗ്നറ്റിക് ഗൈഡാണ്. സാധാരണ നമുക്കൊരു അളവ് വെച്ചിട്ട് അവിടെ നിന്ന് തെന്നി പോകാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാർട്സാണ്. ഇതും നമ്മുടെ ഷോർട്സിൽ ഇതിൻ്റെയും വീഡിയോസ് ഉണ്ട്. ഇത് എലാസ്റ്റിക് ഇട്ടിട്ട് നമുക്ക് ചുരുക്കി അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രഷർ ഫുഡാണ്. ഇതും എല്ലാം ഓൺലൈനിലും അവൈലബിൾ ആണ്, നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ഉപയോഗം അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് 3-in-1 ഫുഡ് എന്നുള്ള ഫുഡാണ്. ലെഫ്റ്റും റൈറ്റും നോർമലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ സിബ്ബൊക്കെ അടിക്കുമ്പോൾ പ്രഷർ ഫുഡ് മാറ്റി വയ്ക്കുന്നവരാണെങ്കിൽ അത് മാറ്റി വെക്കേണ്ട, ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് സാധാരണ കുറച്ച് പ്രഷർ ഫുഡിൻ്റെ ഫോട്ടോസ് മാത്രമാണ്. അതുപോലെ ഇതിൽ നമുക്ക് ലൈറ്റ് വരുന്നുണ്ട്. ലൈറ്റിൻ്റെ ഫോട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ ലൈറ്റ് നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, ഓഫ്ലൈനിലായിട്ട് നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ്. 10-250 രൂപയ്ക്കൊക്കെ ഓൺലൈനിൽ കിട്ടും. മാഗ്നറ്റിക് ആണ്, മെഷീൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം അത് ബെൻഡ് ചെയ്തിട്ട് എവിടേക്കാണ് വെളിച്ചം വേണ്ടതെന്ന് വെച്ചാൽ വയ്ക്കാം. ഇത് നാരോ ഫുഡ് എന്ന് പറയും. സിബ്ബൊക്കെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വളരെ ഈസിയാണ് ഇത് യൂസ് ചെയ്യാൻ. ഇത് നമുക്ക് ടെഫ്ലോൺ ഫുഡ് എന്ന് പറയും. അതായത് വെൽവെറ്റ് പോലെയുള്ള മെറ്റീരിയലൊക്കെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫുഡാണിത്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫുഡാണ്. ഇനി കാണുന്നത് ഇതിപ്പോൾ റോളർ ഫുഡാണ്. അതായത് നമ്മുടെ ഫ്ലെക്സ് ഇല്ലേ, പ്ലാസ്റ്റിക് പോലെയുള്ള പീസൊക്കെ നമ്മുടെ മെഷീനിൽ നീങ്ങാൻ പാടാണ്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫുഡാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അറിയാത്ത ഫുഡുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. താങ്ക്